പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 4-ാം മാസത്തിൻ്റെ 1-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ 3 മാസം എത്ര വേഗമാണ് നമ്മെ വിട്ട് കടന്നുപോയത്. ആമേൻ. ഈ ആണ്ടിൻ്റെ 1-ാം മാസം മുതൽ ഈ 4-ാം മാസത്തിൻ്റെ 1-ാമത്തെ പ്രഭാതം വരെയും ആമേൻ നമ്മെ കൺമണി പോലെ നമ്മെ പരിപാലിക്കുവാനിടയായി. ഉപജീവന മാർഗങ്ങളിലായിരുന്നവരും ആമേൻ വിവിധ രാജ്യങ്ങളിൽ ആമേൻ വിവിധ അനർത്ഥങ്ങളിൽ ആമേൻ സ്തോത്രം അകപ്പെട്ടു പോകാതെ ദൈവം കൺമണി പോലെ പരിപാലിക്കുവാനിടയായി. ദൈവത്തിൻ്റെ ശ്രേഷ്ഠത ആമേൻ നാം തിരിച്ചറിഞ്ഞ് ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോട് സ്നേഹിച്ച് ആമേൻ നമുക്ക് മുന്നോട്ട് പോകാമോ? ആമേൻ. സങ്കീർത്തനക്കാരൻ 97-ാം സങ്കീർത്തനത്തിൽ പാടുന്നു, യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ. സങ്കീർത്തനക്കാരനോട് പാടുന്നു, യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ലഭ്യമാകുന്ന നിരവധി നന്മകളും അനുഗ്രഹങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്തെല്ലാം ആയിരിക്കണമെന്നും എന്തായിരിക്കണമെന്നും തിരുവചനത്തിൽ ഉടനീളം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണത്തെക്കുറിച്ചാണ് ഭക്തൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദോഷത്തെ വെറുക്കണമെന്നാണ് സങ്കീർത്തനക്കാരൻ ആവശ്യപ്പെടുന്നത്. പലരും രക്ഷിക്കപ്പെടുമ്പോൾ പാപം ചെയ്യുന്നത് നിർത്തുകയും പലതും ഉപേക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ദോഷം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, ആമേ പാപത്തെ ശത്രുവായി കാണുകയും അതിനോട് വെറുപ്പുള്ളവരായി തീരുകയും ചെയ്യണം എന്നാണ് ഇതിലെ ധ്വനി. ആമേൻ. ക്രിസ്തീയ ജീവിതം ഒറ്റ കുതിപ്പിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതോ ചില ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ തീരുന്നതുമല്ല. കാലങ്ങൾ പലതും കടന്നു പോകുമ്പോൾ മനുഷ്യൻ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടുകയും ശത്രുവിൻ്റെ നിരന്തരമായ പ്രലോഭനങ്ങൾക്ക് അടിമയായി തീരുവാനുള്ള സാധ്യതയും വളരെയാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു കാലത്ത് ഉപേക്ഷിച്ച് കളഞ്ഞ പലതും അവർ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതം തിരിച്ച് മടങ്ങി വരികയും പിന്നീട് അതിൽ നിന്ന് മോചനം നേടുവാൻ കഴിയാതെ ജീവിതം തകർന്നു പോവുകയും ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ എല്ലാ പാപത്തെയും പാപമായി കാണുകയും അതിനോട് വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇടപെടുകയും ചെയ്യും. അതിനെ വെറുപ്പോടും അവജ്ഞയോടും കൂടെ കാണുകയും ചെയ്യുമെങ്കിൽ പ്രലോഭനങ്ങൾ ഒരിക്കലും വീഴുവാൻ അനുവദിക്കത്തില്ല. ദൈവസ്നേഹത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ അകലാതെയും കഴിയുവാനിടയാകും. സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടാണല്ലോ മനുഷ്യൻ പാപത്തിൽ വീണതും ദൈവത്തിൽ നിന്നും അകന്നുപോയതും. ആദാമ്യ രക്തം മനുഷ്യരിൽ ഉള്ളതിനാൽ സാത്താൻ ഇന്നും അനേകരെ പ്രലോഭനങ്ങളിൽ വീഴിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം മനുഷ്യനെ അവരുടെ ക്രിയകൾ നിമിത്തം അല്ലെങ്കിൽ പാപങ്ങൾ നിമിത്തം എത്ര തന്നെ ശിക്ഷിച്ചാലും മനുഷ്യൻ ദൈവത്തെ പിന്നെയും പാപം ചെയ്ത് വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നന്മകൾ കൊടുത്താലും അവർ ദൈവത്തോട് മത്സരിക്കുകയും ദോഷം ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ നില നാം തിരിച്ചറിയുകയും ദൈവത്തോടുള്ള സ്നേഹത്തിൽ മുതിർന്നു വരികയും ദോഷത്തെ വെറുക്കുകയും ചെയ്യാം. അതിനുള്ള പരിഹാരമാർഗം ദൈവസ്നേഹം കൊണ്ട് ഉള്ളം നിറയ്ക്കുക എന്നാണ്. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ദോഷം ചെയ്യുവാൻ ഒരിക്കലും കഴിയുകയില്ല. ഭർത്താവിനെ ആത്മാർത്ഥമായി തൻ്റെ ശരീരത്തെ പോലെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനെ സ്നേഹിക്കുവാനോ ആരുമായും പാപം ചെയ്യുവാനോ ഒരിക്കലും കഴിയുകയില്ല. ഭാര്യയും കുടുംബത്തെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും മറ്റൊരു സ്ത്രീയുമായി പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്കും ദൈവസഭയെ സ്നേഹിക്കുന്നവർക്കും ഒരിക്കലും പാപം ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ പാപം ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ പാപം ചെയ്യണമെങ്കിൽ ദൈവസ്നേഹം അവരിൽ നിന്നും ഇല്ലാതെയാകണം.
ദോഷത്തെ വെറുക്കുവാൻ നാം ചെയ്യേണ്ട ചില മാർഗങ്ങളെക്കുറിച്ച് കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തോടുള്ള ഭക്തിയിൽ ജീവിച്ചാൽ ദോഷത്തെ വെറുക്കുവാൻ കഴിയും. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. പത്രോസും യോഹന്നാനും മറ്റു ശിഷ്യന്മാരും യേശുവിനെ പിൻപറ്റിയപ്പോൾ തങ്ങളുടെ പടകും വലയും അപ്പനോടുകൂടെ അവിടെ ഉപേക്ഷിച്ചു പോയി. കർത്താവിൻ്റെ പുനരുദ്ധാരണ അതിനുശേഷം തങ്ങൾക്ക് നേരിട്ട ആശങ്കകളുടെ കഷ്ടതയുടെ നടുവിൽ ആമേൻ പത്രോസും ശിഷ്യന്മാരും ഉപേക്ഷിച്ച വള്ളവും വലയും വീണ്ടും എടുത്ത് മത്സ്യബന്ധനത്തിനായി ഇറങ്ങി. എന്നാൽ ഏലിയാവിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോകുമ്പോൾ താൻ ആദ്യം ചെയ്തത് തനിക്കുണ്ടായിരുന്ന കാളകളെയും കാളകളെ കൊല്ലുകയും കലപ്പയെ വെട്ടിക്കീറി വിറകാക്കുകയും ചെയ്തിട്ടാണ് താൻ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിക്കുവാനിട. പിന്നീട് പ്രതിസന്ധികൾ പലതും ഉണ്ടായപ്പോൾ മടങ്ങിപ്പോകാതെ ഏലിയാവിൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനിടയായി. അത് നാളുകൾ കഴിയുമ്പോൾ ഏലിയാവിനേക്കാൾ ഇരട്ടി കൃപയോടുകൂടെ ദൈവം ദൈവം മാനിപ്പാനിടയായി. പ്രിയ ദൈവവേദനയെ, ദൈവഭക്തിയിൽ ജീവിക്കുന്നവർക്ക് ഇന്നും ദോഷം വിട്ടൊഴിഞ്ഞ് പോകുവാൻ കഴിയും. ദോഷവും പാപവും അശുദ്ധിയും വിട്ടുകളഞ്ഞാൽ മാത്രം പോരാ, അതിനെ വെറുക്കുന്നതിനോടൊപ്പം നന്മയുള്ളത് ചെയ്യുകയും വേണം. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക എന്നാണല്ലോ സങ്കീർത്തനക്കാരനും പാടുന്നത്. യോബ് എന്ന ഭക്തനെ കുറിച്ച് ദൈവത്തിന് പറയാനുള്ളത് ദോഷം വിട്ടകന്നു നടക്കുന്നവനായിരുന്നു എന്ന് 3 പ്രാവശ്യം ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പാപം ചെയ്യുവാനുള്ള വളരെ പ്രലോഭനങ്ങളിൽ കൂടെ കടന്നുപോയ വ്യക്തിയാണ് യോസഫ്. എന്നാൽ ദൈവത്തെ എന്തിനേക്കാളും അധികം സ്നേഹിച്ചിരുന്ന ആ ഭക്തൻ പാപത്തെയും ദോഷത്തെയും വെറുത്ത് ഓടുവാനിടയായി. പ്രിയ ദൈവവേദനയെ, നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, നമ്മെ സ്നേഹിച്ചവരുണ്ട്, നമ്മെ സഹായിച്ചവരുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച ദൈവമക്കളുണ്ട്. അവരെയെല്ലാം ഓർക്കുന്നതും അവരെ സഹായിക്കുന്നതും ഒരു വലിയ നന്മ തന്നെയാണ് കേട്ടോ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ, പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം ദൈവസന്നിധിയിൽ ദോഷത്തെ വെറുത്തുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിറയാമോ? ജീവിക്കുവാൻ ഈ പ്രഭാതം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടികളെ ദൈവം നൽകുവാൻ ഇടയാകും. നമ്മുടെ പ്രാർത്ഥന ദൈവം മറുപടിയായി നൽകണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കണമെങ്കിൽ ദോഷത്തെ വെറുത്തേ മതിയാകത്തുള്ളൂ. പാപത്തെ വിട്ട് ഓടി, ദോഷത്തെ വിട്ട് സ്തോത്രം മാറി നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലും വേർപാടിലും വിശ്വസ്തതയിലും നിലനിർത്തിയാൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുകയുള്ളൂ. ആകയാൽ ഈ പ്രഭാതം അതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തവുമായ കർത്താവ് 4-ാം മാസത്തിൻ്റെ 1-ാമത്തെ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ദൈവക്കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദോഷം വിട്ട് അകന്ന് ഗുണം ചെയ്യുവാനും അതിലുപരിയായി ദൈവത്തെ സ്നേഹിപ്പാനും പരിശുദ്ധാത്മാവെ അങ്ങ് കൃപ ചെയ്യണം. ഈ നാളുകളിൽ ദൈവം ചെയ്ത എല്ലാ നന്മകളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ഞങ്ങൾ ഈ ഭൂമിയിൽ കർത്താവിനെ സേവിപ്പാനും ആരാധിപ്പാനും സ്നേഹിപ്പാനും കർത്താവ് കൃപ ചെയ്യും. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.